രസമല്ലേ കാണാനായിട്ട്. അടിപൊളി. ഇതുപോലെ ഇപ്പം വെള്ളത്തിൽ കിടന്ന് ഓടുമ്പോഴത്തേക്കുള്ള വേണ്ട ഇല്ല, ചെറുതാ, പക്ഷെ നമ്മളെ മോനെ ഇത്ര വലിച്ചു കയറ്റും. കണ്ട. ഹായ് ചൂണ്ടക്കാരെ, അപ്പോൾ എല്ലാം എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇത്തവണ റോഡും റെയിലും ഒന്നും കേട്ടോ, കിടുക്കാച്ചി നാടൻ മീൻപിടുത്തമാണ്. നമ്മുടെ നാട്ടിലുള്ള കുറുവയില്ല, ആറ്റിലെ കുറുവ എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും കേട്ടോ. അവനെ നല്ല കിടുക്കൻ ലൈവ് ബൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വട്ടക്കാളി അല്ല കയ്പ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനമാണ് കേട്ടോ. അവന്മാരെ പിടിച്ചുള്ള ഒരു നല്ല കിടുക്കൻ കുറുവാപിടുത്തമാണ് കേട്ടോ. നേരെ വീടിലിടും. മഴയൊക്കെ മാറി കേട്ടോ, വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി വരിക. നമ്മുടെ മുറ്റത്തൊക്കെ പക്ഷേ വെള്ളമുണ്ട് കേട്ടോ, തെളിയുന്നില്ലേ. നമുക്ക് കുറുവാപ്പറലിനെ കിട്ടാനുള്ള സാധ്യത. നമ്മൾ ആദ്യം നമുക്ക് ലൈവ് ബൈറ്റ് ആയിട്ടാണോ വട്ടക്കാളിയെ പിടിച്ചിട്ട് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറുവാപ്പറലിനെ പിടിക്കും. ആദ്യം നമുക്ക് ലൈവ് ബൈറ്റ് പിടിക്കാം. ഓക്കെ, നമ്മുടെ ലൈവ് ബൈറ്റ്സ് ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് അവന്മാരെ ഇപ്പോൾ പിടിക്കാം. ഇതുകൊണ്ട് വയ്ക്കും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, താന്ന് കഴിഞ്ഞത് ഇതുണ്ടോ, പിടിക്കുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതിനെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മൾ ലൈവ് ബൈറ്റ്സ് തരാം. കണ്ടോ കണ്ടോ, അത് നമ്മൾ ലൈവ് ബൈറ്റ്സ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഉണ്ട് കേട്ടോ. ഇത് ഒത്തിരി പിടിക്കേണ്ട ആവശ്യമില്ല, പിടിച്ച് ഇട്ടാലും മാറി ചത്തുപോകും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് രണ്ടര ഇട്ട് നോക്കാം. മീൻ കിട്ടുന്നുണ്ടോ നമുക്ക് പിടിക്കാം, ഇല്ലാന്നുണ്ട് നമ്മൾ വെറുതെ പിടിച്ച് കൊല്ലേണ്ട ആവശ്യമില്ല. പച്ചമല നമ്മുടെ ബൈറ്റ് കണ്ടില്ലേ, കയ്പല്ല വട്ടക്കാളി എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും കേട്ടോ. ഇവിടെ നൈസായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇപ്പം വെള്ളത്തിൽ കിടന്ന് ഓടുമ്പോഴത്തേക്കുണ്ട് നമ്മുടെ ടാർഗറ്റ് ഫിഷ് കുറുവയൊക്കെ വന്ന് പറന്നടിക്കും. അത്രയുള്ള സാധനം ഇങ്ങനെ കിടക്കണം, കിടക്കുന്നുണ്ട്. അടുത്ത കുറുവാപ്പറല് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ചെറുതാ, അങ്ങോട്ട് ഇരപ്പുളിയല്ല, അതിനെ നമുക്ക് കൊള്ളിക്കാം. ഓ ഇത് ചെറുതാ, പോയത് അത് പോയി. ഇവിടെ ഒരു കുത്തിയുണ്ട വെച്ചിട്ടുണ്ടായിരുന്നു, അവിടത്തെ കയറി ഉടക്കിയത് പോയി. അടുത്ത കുറുവ, അടുത്ത കുറുവായി പിടിച്ചു മച്ചന്മാരെ. ഇവൻ കണ്ടോ കണ്ടോ കണ്ടോ, അങ്ങനെ ഓടുന്ന കണ്ടോ, നോക്കൂ നോക്കൂ, പോയി പോയി കേസ്. നമ്മുടെ രണ്ടാമത്തെ മീനാണ്, വെള്ളത്തിൽ ഇട്ട് ഓടിച്ചു പോയി. ഒരു മുത്ത കുറുവ കേട്ടോ, നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. തോന്നോ നമ്മള് ഇവിടെ കൊടുത്തില്ല, എന്നാ പറഞ്ഞാലും വിടുകയല്ല. അടിപൊളി അടിപൊളി, കൊള്ളാം. കറക്റ്റ് നമ്മൾ ബക്കറ്റിനകത്തോട്ട് വലിച്ചു നോക്കിയിട്ട്. അയ്യോ ഉണ്ടോ ഉണ്ടോ, ഞാൻ പറഞ്ഞേ മുഴുത്ത കുറവാണ്. മുമ്പാടാ മോനെ. ഗൈസ് ഗൈസ് നോക്കൂ ഗൈസ്, അവൻ അടങ്ങുന്നില്ല. നല്ല കിടുക്കം കുറുവ അല്ലേ. എന്നാ ഇനി വിടുക അല്ല, നീ ലോക്കായി എടാ മോനെ, നീ ലോക്കാ. നോക്കൂ നല്ല വെള്ളം കിട്ടുന്നുണ്ടോ, വെട്ടി തിളങ്ങുന്നുണ്ടോ, സുന്ദരം കുറുവ ഉണ്ടോ. നല്ല മുഴുത്ത കുറുവ കേട്ടത്. ഇത്ര ഉണ്ട് എൻ്റെ കയ്യിൽ, ഇത്ര വലിപ്പമുണ്ട് കണ്ടോ സാധനമല്ലേ ഗൈസ്. ഇങ്ങനെയുണ്ട് നമ്മുടെ ടാർഗറ്റ് ഫിഷാണ് കേട്ടോ. കയ്പ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാരണ്ടി. നമുക്കൊരു കുറുവ, വീണ്ടും ഒരു കുറുവ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഫിഷ് കേട്ടോ. അണ്ടാ പോയി, ശരിയല്ല. വട്ടക്കാളി ചെയ്തിട്ടുണ്ടോ, നൈസായിട്ട് ഇങ്ങനെ കോർക്കുക, നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മറക്കുക. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ കണ്ണി ഒന്ന് മാറ്റിയായിരുന്നു കേട്ടോ, നമ്മുടെ കണ്ണി ഉടക്കി പൊട്ടിപ്പോയി. വെള്ളം കയറി ഇറങ്ങിയപ്പോഴേ ഇഷ്ടംപോലെ ചപ്പിയോരം ഒന്ന് കിടപ്പുണ്ട്. അപ്പോൾ കമ്പയിൽ എന്തോ ഉടക്കി പൊട്ടിപ്പോയതാണ്. വീണ്ടും നമ്മൾ തീറ്റ ഓർക്കുന്നു,
ഇടുന്നു. പോയി പിടിച്ചോണ്ട് പോടാ. നമ്മളെ അടുത്ത കുറുവ അത്ര വലുപ്പമില്ല, ചെറുതാ. പക്ഷെ നമ്മളവനെ ഇത്ര വലിച്ച് കയറ്റും. കണ്ട മുമ്പായിട്ട് അത്ര ഇല്ല കേട്ടോ, അതിനേക്കാളും ചെറുത്. അതിനും കൊള്ളാം. അപ്പൊ നല്ല വെള്ളിക്കുട്ടൻ മീനച്ചിലാറ്റിൽ കറ്റിയപ്പോലൊക്കെ തന്നെ ഇരിക്കുന്നില്ലേ, കണ്ടോ? എന്ത് രസമല്ലേ കാണാനായിട്ട്, അടിപൊളി. കുഴപ്പമില്ല, നല്ല ഉക്കപ്പായിരുന്നു കേട്ടോ. ഉണ്ടാ ഇവൻ നമുക്ക് വിട്ടു പോകുന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ? അവന്റെ ഇതുണ്ട്, കാർപ്പ് ഫിഷിന്റെ അല്ല ഈ ചുണ്ട് അല്ല കിറിയില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നല്ല ഹുക്ക് അല്ലെങ്കിൽ അവൻ വിട്ടുപോകും. അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ളവന്മാരെ ഞാനവിടെ വലയ്ക്കാതെ മാറ്റിയിട്ടേക്കും കേട്ടോ. അവർ തെളിനീര് പിന്നെ കിടപ്പുണ്ട്. നമ്മുടെ ബൈറ്റൊക്കെ ഇല്ലാതെ കിടപ്പുണ്ട് കേട്ടോ. പോയി പിടിച്ചോണ്ട് പോടാ. നല്ല മുഴുത്ത കയ്പ കേട്ടോ. പോയി വലിയ മീനെ പിടിച്ചോണ്ട് പറഞ്ഞേ. അപ്പൊ കിട്ടുക വലിയ മീൻ, വലിയ ഉറുവപ്പറല് കിട്ടുക. നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടി കേട്ടോ. മീൻ അടിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. നൈസ് കുറുവാന്ന് വെച്ചാൽ നല്ല കിടുക്കം കുറുവ. മുമ്പോ കിടുക്ക സാധനം ഉണ്ടേ. അടങ്ങ നീ ഫുള്ള് ലോക്ക, ഒരു രക്ഷയില്ല, ഇതിനെ വിടത്തില്ല. കണ്ട ചോര വന്ന് ഒമ്പട സൈസ് കണ്ടോ, വെള്ളിക്കൊട്ടൻ തിളങ്ങുന്നുണ്ടോ, കിടുക്കം സൈസല്ലേ. ഇതുണ്ട്, ഇത്ര ഉണ്ട് കിടിലൻ സൈസ്. ഒമ്പട ചിമിട്ടം കുറുവ അല്ലേ, അടിപൊളിയല്ലേ? ഇങ്ങനെയുണ്ട്. നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ. കാരണം മീൻ മിസ്സായില്ല. എടാ അടിപൊളിയല്ലേ? വീണ്ടും നമ്മളത് പുറത്തെടുത്തു, അനക്കുന്നു, ചൂണ്ട അങ്ങോട്ട് ഇട്ടുകൊടുന്നു. നോക്കട്ടെ, അതിമനോഹരം. നമ്മൾ പിടിക്കും. അടിച്ചു ഗൈസ്. ഗ്രൂപ്പറിലായിരിക്കണേ. ഉടക്കുകയും ചെയ്ത്. നമ്മൾ പറഞ്ഞില്ലേ ഇത്തവണ നമ്മൾ പിടിക്കുന്നു. ഇരുന്നിട്ട് കേട്ടോ. അയ്യോ കണ്ടോ, വേണ്ട തക്കാളി ഇട്ട് നമ്മൾ പിടിച്ച ഗ്രൂപ്പറില കണ്ടോ. അടിപൊളി. അടിച്ചു ഗൈസ്. നമ്മൾ രണ്ടാമത്തെ കുറുവ ഞാൻ പറഞ്ഞില്ലേ, അവനെ നമ്മളിപ്പോ കറക്കൊണ്ടിരുന്നേ. ഓടുന്നുണ്ടോ? അതുകൊണ്ട് അടിപൊളി. രണ്ടാമത്തെ കുറുവ നമുക്ക് കിട്ടിപ്പോയി വെച്ചാ വരെ. അടങ്ങാ, നീയൊക്കെ നമ്മളെ ചൂണ്ടൊക്കെ ഉടക്കി കഴിഞ്ഞു. അങ്ങനെയുണ്ട് നമ്മൾ രണ്ടാമത്തെ കുറുവ. അടിപൊളിയല്ലേ? കിടിലൻ സുന്ദരം കുറുവാപ്പറല്. മറ്റേ മീൻ അടിക്കുന്നുണ്ട്. ചിലപ്പോഴാണ് അവനെ നമുക്ക് കറക്കി കൊണ്ടുവരാം. നല്ലൊരു അടിക്കുവാണെങ്കിൽ. അടിച്ചു ഗൈസ്. പറഞ്ഞില്ലേ അത് ഇച്ചിരി വലിയ കുറുവാണ് കേട്ടോ, ഇച്ചിരി മുഴുത്ത കുറുവാൻ കേട്ടോ. ഇല്ല കേട്ടോ, ആ സെയിം സൈസ് തന്നെ നോക്കൂ. ഇങ്ങനെയുണ്ട് നമ്മുടെ വട്ടക്കാളി ഇട്ടുള്ള കുറുവാപിടുത്തം. സെയിം സൈസ് മീൻ ഉണ്ടോ? ഉണ്ടോ? ഇതിലെ സ്ട്രൈക്കാണ് കേട്ടോ. നല്ല ഓട്ടോ ഓടും മാൻ അടിച്ചു കഴിഞ്ഞാൽ. അടിപൊളിയല്ലേ? ഊരി മാറ്റാം. അപ്പൊ നമ്മൾ ഇന്നലെ ചൂണ്ടിട്ട് പിടിച്ച കുറുവായ കാണിച്ചു തരാം കേട്ടോ. വേണ്ടോ? ഒരെണ്ണം ഉള്ളു കേട്ടോ, ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നല്ലേ. ബാക്കിയൊക്കെ ഉണ്ടോ കഴുന്നാ പിടിച്ചോണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വൈകിട്ട് കിടന്നപ്പോൾ ചീക്കി സൗണ്ട് നോക്കുമ്പോഴേക്കും നമ്മളെ വലയ്ക്കാതെ ഇതൊക്കെ അടിച്ചു പറിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും കൊണ്ട് കാപ്പാടെ ഈ ഒറ്റ ഒരെണ്ണത്തിനെ കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലത്തെ 3 ഉണ്ടായിരുന്നു, എല്ലാത്തിനും കൊണ്ട് യാപ്പാടെ കിട്ടി ഈ ഒറ്റ ഒരെണ്ണം. ഈ ഒരെണ്ണം മാത്രം ഇടേ, ബാക്കി എല്ലാം കഴുന്ന കൊണ്ട് കേട്ടോ. ഒരെണ്ണം പോലും മിച്ചം വെച്ചിട്ട് ഈ ഒറ്റ ഒരെണ്ണത്തിന് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇവനെ നമുക്ക് തട്ടിക്കൂട്ട് റെഡിയാക്കാം. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ചൂണ്ടിട്ടപ്പോൾ കിട്ടി കേട്ടോ. അറിഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ അറിഞ്ഞിൽ എന്നൊക്കെ പറയും കേട്ടോ. നല്ല കാണാൻ നല്ല രസമാണ്, പക്ഷേ കരക്കി വരെ പെട്ടെന്ന് തന്നെ ഡെഡായി പോകും കേട്ടോ. അറിഞ്ഞില്ല ഇവനെ ആ കുറുവായി ഉള്ളൂ കേട്ടോ. എൻ്റെ വാ കണ്ടോ, ഭയങ്കര ജയജാന്തി അന്യ പ്രിഡേറ്റർ കേട്ടോ.
പിന്നെ മുന്നോട്ട് വെട്ട് കഴിഞ്ഞാൽ കൈപ്പയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പട്ടയം നടിച്ച് കളയും. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം കഴുതായും കൊണ്ടുപോയി ഒരു കുറുവായി ഈ 3-4 അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വട്ടിക്കൂട്ടി വറക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇവരേക്കും ബൈ ബൈ.